ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ട്രേഡ് ചെയ്യുന്നവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അതിൻ്റെ പ്രൈസ് വേഴ്സസ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രൈസ്, ഒന്ന് വാല്യുവേഷൻ. പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഷെയറിന് മാർക്കറ്റിലുള്ള വിലയാണ് അതിൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ പ്രൈസ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ വില അധികമാണോ അല്ലെങ്കിൽ കൂടുതലാണോ എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഏത് വിലയുമായിട്ട് നമ്മൾ ആ നിലവിലുള്ള മാർക്കറ്റ് വാല്യൂ നമ്മൾ താരതമ്യം ചെയ്യും. അപ്പോൾ നമുക്ക് ആ പ്രൈസ് ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിനാണ് നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ, ബിസിനസ് വാല്യുവേഷൻ. അപ്പോൾ ബിസിനസ് വാല്യുവേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ബിസിനസ്സിന് അതിന് ടോട്ടലായിട്ട്, അതായത് മൊത്തത്തിൽ നമ്മൾ ആ ബിസിനസ്സിനെ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ ആ ബിസിനസ്സിനുള്ള മൊത്തം വാല്യൂ, അതാണ് നമ്മൾ പറയുന്ന ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ഇസ് വാട്ട് യു പെയ്ഡ്, അതായത് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അതാണ് പ്രൈസ്. വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. നിങ്ങൾക്ക് എന്താണോ പ്രൈസ് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് അതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വാല്യുവേഷൻ ചെയ്യുന്നതിന് സാധാരണ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഇൻട്രിൻസിക് വാല്യൂ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഷെയറിൻ്റെ പ്രൈസിനെ ഇൻട്രിൻസിക് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ എന്നിട്ട് ഇൻട്രിൻസിക് വാല്യൂ കൂടുതലും മാർക്കറ്റ് പ്രൈസ് കുറവുമാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇൻട്രിൻസിക് വാല്യൂ കുറവും മാർക്കറ്റ് പ്രൈസ് കൂടുതലുമാണെങ്കിലോ നമ്മളത് പ്രൈസ് ശരിയായിട്ടുള്ള പ്രൈസ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് പൊതുവായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതി, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. പിന്നെ ഈ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പല പല രീതികൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള രീതി നമ്മൾ മനസ്സിലാക്കി പഠിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പ്രൈസും വാല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൻ്റെ സെലക്ഷൻ നടത്തി ആ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? ടൈമിംഗ്. ഇപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് ഏത് ഷെയറിൻ്റെ വിലയിൽ, ഏത് വിലയിൽ നമ്മളതിലേക്ക് എൻ്റർ ചെയ്യണം എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസിനെ കാൽക്കുലേറ്റ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാനുമായിട്ടുള്ള രീതിയാണ് ഈ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂഷൻ മനസ്സിലാക്കിയിട്ട് പ്രൈസും വാല്യൂഷനും കമ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തുക. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.